ഇന്ന് നമുക്ക് ചിക്കൻ മദ്ഹൂത്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസ് അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്താനേ വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയൊക്കെ നമുക്കിത് കുതിർത്തിയെടുക്കണം കേട്ടോ. ഞാനിതൊരു പാനിലാണ് വെച്ച് ചെയ്യുന്നത്. നമുക്കിത് കുക്കറിലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് സ്റ്റൗ കത്തിക്കുകയാണ്. അപ്പോൾ പാൻ ചൂടായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒലിവ് ഓയിലും നമുക്ക് യൂസ് ചെയ്യാം. അറബിക് റൈസിലൊക്കെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യാറ്. എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഒരു വെല്ലുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കുള്ള ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ അറബിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ഏലക്കായും ഗ്രാമ്പും പട്ടയും അതുപോലെ തന്നെ ചെറിയ ജീരകം കുറച്ച് അധികമാണ് ഇതിൽ ചേർക്കാറ്. പിന്നെ ബേ ലീഫും കുറച്ച് കുരുമുളകും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ റൈസൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ അതുണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വഴറ്റിയിട്ട് നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ റൈസിലൊക്കെ അങ്ങനെയാണല്ലോ, വലിയ പീസായിട്ടുള്ള ചിക്കനാണ് എടുക്കാറ്. ചിക്കൻ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിലൊന്ന് ആവത്തക്ക രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് പൊടിഞ്ഞ് വന്നോളും. അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അതിനിടയിൽ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഞാനിവിടെ 10 മിനിറ്റ് ചിക്കന് നന്നായി വേവിച്ചിട്ടുണ്ട്. ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളറിൽ തന്നെയായിരിക്കും ഈ ചിക്കൻ ഉണ്ടാവുന്നത് കേട്ടോ. ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ തിളച്ച വെള്ളമാണ് കേട്ടോ. നമ്മളിവിടെ 2 കപ്പ് അരിയാണ് വെള്ളത്തിൽ കുതിർത്താനായി വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അരിക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഡ്രൈഡ് ലെമൺ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് പകരം ഞാനിവിടെ അരമുറി നാരങ്ങ ഒന്ന് പിഴിയുന്നുണ്ട്. അതിൻ്റെ കുരു മാറ്റിയിട്ടൊന്ന് പിഴിയാം. സാധാരണ നമ്മൾ ഉണക്ക നാരങ്ങ എല്ലാ റൈസിനും ചേർക്കലുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ട് നമ്മളിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കുക്കറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കുമല്ലോ, വേവിച്ചിട്ട് അരിക്കനുസരിച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് 2 വിസിലൊന്ന് അടുപ്പിച്ചെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ മദ്ഹൂത്ത് കുക്കറിൽ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, ഇത് നടുക കീറിയിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ചു വെച്ച് നമ്മളിത് വേവിച്ചെടുക്കുക. തീ പറ്റ കുറച്ചിട്ട് വേണം കേട്ടോ അത് വേവിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ട് ആ റൈസ് വേവാത്ത പോലെ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ വെള്ളം വറ്റിയോന്ന് അറിയാൻ തുറന്ന് നോക്കണം. അപ്പോൾ ഏകദേശമൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമ്മുടെ മദ്ഹൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല വറ്റിയിട്ട് പാകത്തെ വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക എല്ലാതും. അപ്പോൾ തീ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് ഈ ചൂടിലൊന്ന് കിടക്കട്ടെ. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ മൽഹൂത്ത് ഇതുപോലെ തന്നെ ചിക്കന് ഡ്രൈ ആവില്ല, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ തുറന്നിട്ട് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ കുക്കറിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.